പോകുന്നതിന് മുൻപ് നിനക്ക് എന്നോടൊരു വാക്ക് ചോദിക്കായിരുന്നില്ലേ? ഞാൻ പറയായിരുന്നല്ലോ വേണ്ടെന്ന്. അവള് കരുതിയിരിക്കുന്നതേ വേദയുടെ കൂടെ കൂടി ജീവിതകാലം മുഴുവൻ കഴിയാന്ന. എവിടെ, ആവശ്യം കഴിയുമ്പോ കറിവേപ്പില പോലെ വേദ ഗൗരിയെ വലിച്ചെറിയും. അത്ര നല്ല സ്ഥലത്തൊന്നും അല്ല അവര് മുറിയെടുത്തിരിക്കുന്നത്. ആ ലോഡ്ജിന്ന് എത്രയും പെട്ടെന്ന് മാറിയില്ലെങ്കിൽ അത് അപകടോ. അനുഭവിക്കട്ടെ. ചിലര് കൊണ്ടാലേ പഠിക്കൂ. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? എന്റെ പേടി അതല്ലമ്മേ. നാട്ടുകാര് മുഴുവൻ കുറ്റം പറയാൻ പോകുന്നത് നിന്നെയാണെന്ന് ഓർത്തിട്ടല്ലേ? അക്കാര്യം ഓർത്ത് മോള് വിഷമിക്കണ്ട. പറയുന്നവര് പറയും. നമുക്കറിയാലോ എല്ലാ സത്യങ്ങളും. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ നമ്മൾ ആരും അവളെ നിർബന്ധിച്ചിട്ടില്ലല്ലോ. സ്വയം ഇറങ്ങിപ്പോയതല്ലേ. അനുഭവിക്കട്ടെ. ഒരു പാഠം പഠിക്കണമെന്ന് തന്നെ എനിക്കും. എന്നാലെങ്കിലും നന്നാവുമല്ലോ. അതോ അവളൊന്നും ഒരു കാലത്ത് നന്നാവൂലേ? ഈ വാശി എന്തിനാന്നാ എനിക്ക് മനസ്സിലാവാത്ത. ഏട്ടനെ കിട്ടില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു. പിന്നെ എന്തിനാ ഈ നാടകം? ചിലരങ്ങനെയാ മോളെ. മഴ പെയ്തു കഴിയുമ്പോ മരം പെയ്യുന്നു പറയാറില്ലേ? അതുപോലെ നിന്ന് പെയ്യും. തോറ്റൂന്ന് ഒറ്റയടിക്ക് സമ്മതിക്കാൻ ചിലർക്ക് ബുദ്ധിമുട്ട് കാണും. അവര് ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ ചെയ്യുന്നത്. ഇതിനൊരു അവസാനം ഉണ്ടാവില്ല അമ്മ? ഉണ്ടാവുമല്ലോ, ഉണ്ടാവണല്ലോ. അപകടം എന്തെങ്കിലും പറ്റുമ്പോ അവർക്ക് കാര്യം പിടികിട്ടും. വാശി കാണിക്കുന്നതും മത്സരിക്കുന്നതും ഒന്നും അല്ല ജീവിതം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ എല്ലാ അഹങ്കാരവും മാറ്റിവെച്ച് അവള് പോയ പോലെ തന്നെ ഇങ്ങ് തിരിച്ചു വന്നോളും. എത്രയും പെട്ടെന്ന് അവർക്ക് അങ്ങനെ തോന്നിയാ മതിയായിരുന്നു. അധികമൊന്നും വൈകില്ല. ഏതാണ്ട് കുഴപ്പം പിടിച്ച ലോഡ്ജാണെന്നല്ലേ നീ പറഞ്ഞത്? തിരിച്ചറിവിനുള്ള അവസരം അവർക്ക് പെട്ടെന്നുണ്ടായിക്കോളും. നീ സമാധാനായിട്ടിരിക്കെ. അതെ, ഒരു തടിച്ച് കൂട്ടിനുണ്ടെന്ന് കരുതി കൂടുതൽ അഹങ്കരിക്കൊന്നും വേണ്ട കേട്ടോടി. ഇങ്ങനെയൊരു ചതി ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഗൗരി. എന്തുപറ്റി? ഇങ്ങോട്ട് വരുന്ന വഴിക്കാ ഞാനത് കണ്ടത്. എന്ത് മെസ്സേജ്? എന്റെ സകല ബാങ്ക് ബാലൻസുകളും അച്ഛൻ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. അയ്യോ, അപ്പോ? അത് തന്നെ, കയ്യില് കാശില്ല. അയ്യോ ദൈവമേ, കയ്യില് കാശില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും? മുറിവാടക കൊടുക്കണ്ടേ? ഭക്ഷണം കഴിക്കണ്ടേ? ഏത് കഷ്ടകാലം പിടിച്ച് നേരത്താണോ എനിക്ക് ഇറങ്ങി വരാൻ തോന്നിയത്? കാശില്ലെന്ന് കേട്ടതുകൊണ്ടായിരിക്കും ഭയങ്കര വിശപ്പ്. എനിക്കൊരു ബിരിയാണി കഴിക്കാൻ തോന്നുക. ഗൗരി വിഷമിക്കൊന്നും വേണ്ട, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. എന്ത് വഴി? ഇനി പെരുവഴിയായിരിക്കും ശരണം. എന്റെ ദൈവമേ, ഇനി കടത്തിന്റെ കിടന്ന് ഉറങ്ങേണ്ടി വരുമോ? നീ ഇങ്ങനെ നിരാശപ്പെട്ടാലോ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? തുള്ളിച്ചാടണോ? വന്നപ്പോഴേ ഞാൻ ചോദിച്ചതാ എന്റെ പ്ലാൻ എന്ന്. സ്വാതി ഒന്ന് വിളിച്ചപ്പോഴെങ്കിലും അങ്ങ് പോയാ മതിയായിരുന്നു. ഇനി ഞാൻ ഏത് മുഖം വെച്ച് തിരിച്ചു ചെല്ലും? തിരിച്ചു പോകുന്നതിനെ കുറിച്ച് ഇനി ചിന്തിക്കണ്ട. നമ്മൾ ഫൈറ്റ് ചെയ്യും. കയ്യില് 10ന്റെ കാശില്ലാതെ എങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന? അതിരിക്കട്ടെ, വിൽക്കാൻ സ്വർണ്ണമെല്ലാം കയ്യിലുണ്ടോ? ഇല്ല. ബെസ്റ്റ്. അപ്പൊ ആ വഴി അടഞ്ഞു. എന്റെ വേദം നമ്മളിനി എന്ത് ചെയ്യും? ജോലി ചെയ്യും. നല്ല അന്തസ്സായിട്ട് ജോലി ചെയ്യും. ഇന്ന് Naukri.com ഒരു പരസ്യം ഉണ്ടായിരുന്നു. ഈ സിറ്റിയില് കാറുകൾക്കും മറ്റും ലോൺ കൊടുക്കുന്ന ഒരു പ്രൈവറ്റ് സ്ഥാപനത്തെ പറ്റി. അവിടെ സെയിൽസ് എക്സിക്യൂട്ടീവുകളുടെ ഒഴിവുണ്ട്. നമ്മുടെ ഒരു ക്വാളിഫിക്കേഷനും മറ്റും വെച്ച് അവിടെ ഒരു ജോലി തരപ്പെടുത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. നല്ല ശമ്പളം പറയുന്നുണ്ട്. പിന്നെ ഇൻസെന്റീവ്സും കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ലോഡ്ജൊക്കെ വിട്ട് ഏതെങ്കിലും ഒരു ഫ്ലാറ്റിലേക്ക് മാറാം. നമ്മൾ തകർന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മുമ്പില് നല്ല അന്തസ്സായിട്ട് തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാം. എന്നാലും ജോലി എന്നൊക്കെ പറയുമ്പോ നമ്മളെ അവര് പരിഹസിക്കില്ലേ? ആര്? സ്വാതിയോ അതോ നീലോ? പോവാൻ പറ അവരോട്. നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. അത് സെയിൽസ് എന്നൊക്കെ പറയുമ്പോ ഒരു പ്രശ്നമില്ല. ഒരു ടീമായിട്ട് നിന്നാ മതി. നമുക്ക് കാശ് വാരാം. വേറെ വഴിയില്ലാത്ത സ്ഥിതിക്ക് ഇതെന്നെ നോക്കല്ലേ? സാറ്റിസ്ഫൈഡ് ആണോ? ആണ് സർ. ഞാൻ നിങ്ങളുടെ കാര്യമല്ല ചോദിച്ചത്,
കസ്റ്റമറുടെ കാര്യമാ. അത് ഞങ്ങൾക്ക് അറിയില്ല സർ. ഒരു മാർക്കറ്റിംഗ് സ്റ്റാഫിന്റെ ഏറ്റവും വലിയ കഴിവ് എന്തായിരിക്കണമെന്ന് അറിയാമോ? കസ്റ്റമറുടെ പൾസ് മനസ്സിലാക്കുന്നതില്. തുടക്കമല്ലേ സർ, ഇനി ശരിയായിക്കോളും. നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും ഈസിയായ ചോയ്സ് ആയിരുന്നു നീൽ മഹേഷ്. അവിടെ പരാജയപ്പെട്ട സ്ഥിതിക്ക് പിന്നെ എവിടെ വിജയിക്കാൻ പറ്റുന്നോ നിങ്ങൾ കരുതുന്നത്? നീൽ എന്നെ വിളിച്ചിരുന്നു. നിങ്ങളെക്കുറിച്ച് ഒട്ടും താല്പര്യമില്ലാതെ സംസാരിച്ചത്. നിങ്ങളെ സ്റ്റാഫായിട്ട് വെച്ചാൽ എന്റെ സ്ഥാപനം അടച്ചു പൂട്ടേണ്ടി വരുമെന്ന് ഓരോ പറഞ്ഞു. അത് പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്താ? ഒന്നുമില്ല സർ. എന്തോയിരുന്നു പിറുപിറുക്കുന്നുണ്ടായിരുന്നല്ലോ? ഇല്ല സർ, നത്തിങ്. നുണ പറയുന്നു? എന്നെ ചീത്ത പറഞ്ഞതല്ലേ? നോ സർ. നോ സാർ. വായെടുത്ത നുണയെ പറയൂ. നീൽ മഹേഷ് നിങ്ങൾ മുൻപരിചയക്കാരല്ലേ? അതെ സർ. എന്നിട്ടെന്താ ആ വിവരം എന്നോട് പറയായിരുന്നത്? സോറി സർ, പേടിച്ചിട്ടാ. എനിക്കൊരു എക്സ്പ്ലനേഷനും കേൾക്കണ്ട. ഉറപ്പായിട്ടും ബിസിനസ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ച കസ്റ്റമറാ നിങ്ങൾ കാരണം നഷ്ടമായത്. എനിക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ചെയ്യണ്ട. എന്താ? ടോളറേറ്റ് ചെയ്യണ്ടാന്ന്. എടോ MD, വേറൊരു നിവൃത്തിയില്ലാഞ്ഞിട്ടാ ഞങ്ങൾ തന്റെ ഈ പൊട്ട സ്ഥാപനത്തിൽ ജോലിക്ക് വന്നത്. ഒരു കസ്റ്റമറും അയാളുടെ ഒരു ബിസിനസ്സും. നീൽ മഹേഷ് ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞത് ഞങ്ങളുടെ പെർഫോമൻസ് മോശമായതുകൊണ്ടൊന്നും അല്ല. ഞങ്ങളെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാ. അതുപോലും മനസ്സിലാക്കാനുള്ള വിവരം തനിക്കില്ലാതെ പോയല്ലോടോ. താനോ? എന്നാ എടാന്ന് വിളിക്കാം. എടാ തല്ലിപ്പൊളി MD, ഞങ്ങൾക്കേ തന്റെ ഈ ജോലി വേണ്ട. സത്യം പറ, താനും നീലും കൂടെ ചേർന്ന് ഞങ്ങളെ നാണം കെടുത്താൻ മനഃപൂർവ്വം ചെയ്ത ഏർപ്പാടല്ലേ ഇത്? ഗെറ്റ് ഔട്ട്. ഇറങ്ങി പോവാൻ തന്നെയാ പോകുന്നത്. ഈ നാശം പിടിച്ച സ്ഥാപനം മുടിഞ്ഞു കുത്തുവാള എടുത്തു പോകും. നീൽ മഹേഷ് എന്നല്ല, ഇനി ഒരൊറ്റ ഒരുത്തനും തന്റെ കയ്യിൽ നിന്ന് ലോൺ വാങ്ങില്ല. ഒരു കമ്പനി നടത്തുന്നു. ഇതാണോ കമ്പനി? എടോ, AC മുറിയിൽ ഇരുന്നതുകൊണ്ടോ കയ്യിൽ കുറെ കാശുള്ളതുകൊണ്ടോ ഒരു ബിസിനസ്സുകാരനാവില്ല. അതിനെ സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. അതൊന്നും വേണ്ട. അറ്റ്ലീസ്റ്റ് മറ്റുള്ളവരോട് പെരുമാറാനെങ്കിലും അറിയണം. അതെ, അത് തനിക്കറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങാം. താൻ വേറെ ആരെങ്കിലും നോക്ക്. ഗുഡ് ബൈ. വാ വേദ. കഷ്ടകാലം പിടിച്ചവൻ ഏത് നാട്ടിൽ ചെന്നാലും രക്ഷയില്ലാന്ന് പറയുന്ന പോലെയാ നമ്മുടെ കാര്യം. ആ ജോലിയും പോയി കിട്ടി. ഓരോന്നിന് ഇറങ്ങി തിരിക്കുമ്പോ ഓർക്കണമായിരുന്നു. ഞാനാണോ തെറ്റുകാരി? പിന്നെ ഞാനാണോ? ബോധം വേണം, ബോധം. എന്റെ വേദ, നീലിനെ കിട്ടില്ലെന്നും പറഞ്ഞ് ആരെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങി പോരോ? പോന്ന നീലിനെ കിട്ടുവോ? ഓ, അത് ശരി. അപ്പൊ കുറ്റം മുഴുവൻ എന്റെ. ശരി, ഞാനത് ഏറ്റെടുക്കുന്നു. എന്റെ പാപത്തിന്റെ പങ്ക് പറ്റാൻ നീ ഇനി നിൽക്കണ്ട. ഇറങ്ങിക്കോ ഈ നിമിഷം. എനിക്ക് ഒരുത്തരുടെയും കൂട്ടുവേണ്ട. ഒറ്റയ്ക്കാ വേദ ഇതുവരെ ഫൈറ്റ് ചെയ്തോണ്ടിരുന്നത്. എന്ത് ഫൈറ്റ് ചെയ്തെന്നാ പറയുന്നത്? എന്നിട്ട് എന്ത് നേടി? ഫൈറ്റ് ചെയ്ത് കയ്യിലുണ്ടായിരുന്നതും കൂടി പോയില്ലേ? നീലിപ്പോ അവളുടെ മാത്രമായിട്ട് മാറിയില്ലേ വേദ? നിന്നെപ്പോലൊരു വിവരദോഷിയെ കൂടെ കൂട്ടിയതാ ഞാൻ ചെയ്ത തെറ്റ്. എന്റെ തകർച്ചയ്ക്ക് കാരണം നിന്റെ ഉപദേശങ്ങളും കൂടിയാ. വട്ടപ്പനയ്ക്ക് ഞാൻ പറഞ്ഞോ? അല്ലെങ്കിലും എനിക്കിത് കിട്ടണം. മര്യാദക്ക് എന്റെ വീട്ടുകാരുടെ കൂടെ നിൽക്കേണ്ട ഞാൻ കണ്ണി കണ്ടവരുടെ കൂടെ നിന്നതാ ഞാൻ ചെയ്ത തെറ്റ്. എന്നാ ഇറങ്ങി പോടി ഇവിടുന്ന്. പോവാൻ തന്നെ പോകുന്നത്. മതിയെ എനിക്ക് ജീവിതം. ഹലോ, പോവേണ്ടത് എവിടെയാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുപോയി ആക്കാം. അതോ പോകാൻ വേറെ സ്ഥലം ഇല്ലേ? ഇല്ലെങ്കിൽ എന്റെ കൂടെ പോന്നോ, ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. വൃത്തിയുടെ പറയുന്നോ? ഞാൻ ആരാണെന്ന് അറിയോ നിനക്ക്? ദേ, മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ പോലീസിനെ വിളിക്കും ഞാൻ. അയ്യോ വേണ്ടായേ. മാറടോ. വാ. അതെ, ആ അഡ്വാൻസ് എന്ന തുകയില് ബാക്കി എത്രയുണ്ട്? ഒരു 300 രൂപ വേണം. അതിങ്ങ് തന്നേക്ക്. ഞാൻ റൂം വെക്കറ്റ് ചെയ്യുവാ. അപ്പൊ മറ്റേ മേഡം? ആ മാഡം ഇവിടെ കാണുമായിരിക്കും. അവരുടെ കാശ് അവരുടെ കൊടുത്താൽ മതി. എന്ന് പറഞ്ഞാൽ പറ്റില്ല മേഡം. ആ മേഡം കൂടെ ഒന്ന് പറഞ്ഞാലേ ഞാൻ കാശ്. ആ
കിട്ടിയായിരുന്നോ? ആ കിട്ടി സർ. ആ ശരി. ഓക്കെ സർ. എന്താ ഇത്? കുറച്ച് മുല്ലപ്പൂവാ. എന്തിനാ? നിനക്ക് ചൂടാൻ. മുല്ലപ്പൂ മാത്രമല്ല, വേറൊരു സമ്മാനം കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട്. ദാ, നോക്ക്. എങ്ങനെയുണ്ട്? ആഹാ, മാല കിട്ടുമ്പോ കണ്ണു നിറയണം വേണ്ടത്. സന്തോഷം കൊണ്ടാ. നീ ഇങ്ങ് വന്നേ, വാ. നോക്കട്ടെ. ഇപ്പൊ നിന്നെ കാണാൻ നല്ല രസമുണ്ട്. ആ, ഇനി ചെറിയൊരു ജോലി കൂടെ തീർക്കാനുണ്ട്. വാ. അവരുടെ മുറിയിലേക്കാണെങ്കിൽ വേണ്ട ഏട്ടാ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നിനക്ക് ഞാനൊരു മാല വാങ്ങി തന്ന വിവരം 4 ആൾ അറിഞ്ഞില്ലെങ്കിൽ എങ്ങനെ ശരിയാവുന്നേ? അതിന്റെ കുറച്ചിൽ എനിക്കല്ലേ. നീ വാ. ഓ, അകത്തേക്ക് കയറാലോ അല്ലേ? നിങ്ങൾ എനിക്ക് അന്യരൊന്നും അല്ലല്ലോ. ആ, വേറൊന്നുമല്ല. ദേ, ഈ മാലയും നോക്കി. ഞാൻ വാങ്ങിക്കൊടുത്തതാ. ഇതത്ര പോരാന്ന് സ്വാതി പറയുന്നു. നന്നായിട്ടുണ്ടെന്ന് ഞാനും. നിങ്ങളാവുമ്പോ കൃത്യ അഭിപ്രായം പറയുമല്ലോ. എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? നന്നായിട്ടുണ്ട്. മാലയല്ല, നാടകം. നാണമില്ലല്ലോ എന്റെ മുമ്പിൽ വന്നു നിന്ന് ഇങ്ങനെ കെട്ടുകാഴ്ച നടത്താൻ. എനിക്കൊന്നും മനസ്സിലാവില്ല എന്നാണോ നീലി വിചാരിക്കുന്നത്? ഞാൻ അത്ര മണ്ടിയൊന്നും അല്ല. ഈ മാല എങ്ങനെയുണ്ടെന്ന് ചോദിച്ചതിനാണോ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഈ മാലയെ ചൊല്ലി ഞങ്ങൾക്കിടയിൽ ഒരു തർക്കം ഉണ്ടായതുകൊണ്ടല്ലേ വേദ? മതി പറഞ്ഞത്. എനിക്കൊന്നും കേൾക്കണമെന്നില്ല. മാല അസലായിട്ടുണ്ട്. അത് ഇട്ടിരിക്കുന്നവളും. ഇറങ്ങി പോകുന്നുണ്ടോ ഈ മുറിന്ന്? പോവാൻ സ്വാതി. നിനക്ക് ഞാൻ മാല വാങ്ങിച്ചു തന്നത് വേദയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഗൗരിയോട് പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. മുഖം കണ്ടാലേ അറിയാം ഇഷ്ടമായിട്ടില്ലെന്ന്. 10 പവന്റെ മാലയടി. റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങിയതാ. 1 കൊല്ലത്തിനുള്ളിൽ 100 പവൻ വാങ്ങണമെന്ന് എന്റെ ആഗ്രഹം. നടക്കുമെന്തോ. നമുക്ക് പോവാട്ടാ. ആ, പോവാം. ആ, ഒന്നേ. മുല്ലപ്പൂ ഇങ്ങനെയാണോ ചൂടുന്നത്? തിരിഞ്ഞു നിന്ന്. ഞാൻ ശരിയാക്കി തരാം. ആ, ഇപ്പൊ നന്നായിട്ടുണ്ട്. നന്നായിട്ടില്ലേ വേദ? ഇറങ്ങി പോകാൻ. ആ, എന്നാ പിന്നെ കാണാം കേട്ടോ. ബൈ. വാ. 10 പവന്റെ മാല ആർക്ക് കാണണം? നമ്മുടെ സമയം തീരെ ശരിയല്ല വേദ. ഇനി എന്തൊക്കെ കാണണം? ഓ, പിന്നെയും വാരിക്കുന്നെങ്കിലും മേടിച്ചു കൊടുത്തു കാണും. ശല്യം. മനുഷ്യന് സമാധാനം തരില്ലേ? എന്തു പറ്റി മാഡം? താനായിരുന്നോ? മാഡം ഞാനൊന്ന് പുറത്തു പോവാ. എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ. വാങ്ങിക്കാൻ നീ എവിടെയാ പോകുന്നത്? ഫ്രൂട്ട്സ് വാങ്ങാനാ. അപ്പുറത്തെ മുറിയിലെ സാറിന് ഫ്രൂട്ട്സ് വേണമെന്ന് പറഞ്ഞു. ഓ, ആ,
രാവിലെ മുതൽ വിളിക്കുന്നതാ അച്ഛനെ, എടുക്കുന്നില്ല. അച്ഛൻ വല്ല യാത്രയിലും ആയിരിക്കും. എന്നാ പിന്നെ ആ വിവരം ഒന്ന് പറഞ്ഞാലെന്താ? അമ്മയുടെ ശല്യം സഹിക്കാൻ വയ്യാതെയാ അച്ഛൻ മംഗലാപുരത്തേക്ക് പോയത്. അവിടെ സ്വസ്ഥത കൊടുക്കില്ല എന്ന് വെച്ചാ കുറച്ച് കഷ്ടമാണ്. ഉം. രാമകൃഷ്ണൻ എന്താ ഈ നേരത്ത്? എന്താ രാമകൃഷ്ണ? എനിക്കിവിടെ അടുത്തൊരു സ്ഥലം വരെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. എന്നാ പിന്നെ ഇവിടെയും കൂടെ കയറാന്ന് വിചാരിച്ചു. അമ്മ ചായ എടുക്ക. വേണ്ട, എന്തോ പ്രശ്നമുണ്ടല്ലോ. എന്താ മുഖം വല്ലാതിരിക്കുന്നേ? അതിപ്പോ എന്താ രാമകൃഷ്ണ? എന്താ പറയാനൊരു ബുദ്ധിമുട്ട്? ഏയ് ഒന്നുമില്ല. അതായത് ഏട്ടത്തി പോയി ഒരു ഗ്ലാസ് തണുത്ത വെള്ളം എടുത്തോണ്ട് വാ, നല്ല ചൂട്. ഉം. ദേവേ, ഒരു മിനിറ്റ് വാ. അത് എന്തായാലും നിങ്ങൾ അറിയും. എത്ര നേരം വെച്ചാ പറയാതിരിക്കുന്നേ? എന്താ ചെറിയച്ഛ? അതായത് വിധി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അതിന് ഒരു ബോധവുമില്ല. എവിടെ എങ്ങനെ പ്രവർത്തിക്കണമെന്നറിയില്ല. ചെറിയച്ഛൻ കാര്യം എന്താന്ന് പറ. അത് പറ. നീ ബഹളം ഉണ്ടാക്കരുത്. ടെൻഷൻ അടുപ്പിക്കല്ല ചെറിയച്ഛ, പ്ലീസ്. കുറച്ചു മുമ്പ് എന്റെ ഫോണിലൊരു കോൾ വന്നു. വിളിച്ച ആള് പറഞ്ഞ വിവരം കേട്ടപ്പോ സത്യമാണോന്നറിയാൻ ഞാൻ തിരിച്ചു വിളിച്ചു. ഒരാളെയല്ല, പലരെയും. സത്യമാണ്. ഇപ്പോഴും കാര്യം പറഞ്ഞില്ല. അത് ഒരു ന്യൂസ് ഉണ്ട്. നല്ലതാണോ ചീത്തയാണോ? പറയ. ചേത്തയ്യ, ഒരു ബാഡ് ന്യൂസ്. എന്തുപറ്റി? എന്താ എല്ലാവരുടെ മുഖം വല്ലാതിരിക്കുന്നത്? രാഹുൽ വിളിച്ചിരുന്നോ? ഇല്ല, എന്തേ? അത് ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. വിധിയെ തടുക്കാൻ നമുക്ക് പറ്റില്ലല്ലോ മോളെ. ദേവപ്രിയയുടെ അച്ഛൻ, അദ്ദേഹം മംഗലാപുരത്ത് വെച്ചുണ്ടായ ഒരു ആക്സിഡന്റിൽ മരിച്ചു. എപ്പോഴായിരുന്നു? ഇന്ന് പുലർച്ചെ നടന്ന അപകടമാ. ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ വൈകി, അതുകൊണ്ട് അറിയാനും വൈകി. നിങ്ങൾ രണ്ടാളും വീട് വരെ ഒന്ന് പോണം. അവിടെ ദേവപ്രിയയും അമ്മയും മാത്രമേ ഉള്ളൂ. കരയല്ലേ മോളെ. അമ്മാവന് അത്ര ആയുസുണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിക്കും. നമുക്കിപ്പൊ തന്നെ പോവാട്ടോ. ആ കുട്ടിയുടെ കാര്യം ആലോചിക്കുമ്പോഴാ എനിക്ക് സങ്കടം. ഇനിയിപ്പോ അവർക്ക് ആരാ ഉള്ളേ?
ഏട്ടാ 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 എണീക്കേട്ടാ ഒരു എന്താ? നല്ല കാഴ്ച കാണിച്ചുതരാം. വന്നേ എണീക്ക. എന്ത് കാഴ്ച? വാ വേഗം പോ. എന്താ സ്വാതി? ഏട്ടാ എന്താ? നീ നോക്കിയേട്ടാ. പോലീസാണെന്ന് വിചാരിച്ചിട്ട്. എന്താ മോളെ? ഇതാരാ നോക്കിയമ്മ? ഇവളെന്താ ഇവിടെ? വിളിക്കട്ടെ അമ്മ. ഏയ് വിളിക്കില്ല വിളിക്കില്ല വിളിക്കില്ല. എപ്പോ വന്നു? രാത്രി എത്തി. എന്നിട്ടെന്താ നീ വിളിക്കാതിരുന്നേ? ഒരുപാട് വൈകി. നിങ്ങൾ ആരെയും ശല്യം ചെയ്യണ്ടെന്ന് വിചാരിച്ചു. അതേതായാലും നന്നായി. അപ്പൊ വകതിരിവൊക്കെ ഉണ്ടല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ഹോട്ടൽ താമസം? നേരിട്ട് കണ്ടതല്ലേ? പോലീസുകാർ വല്ലതും ചെയ്തോ? എന്തിന്? അതിന് ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അല്ല മോളെ, നീ തിരിച്ചു വരില്ല എന്നൊക്കെ പറഞ്ഞല്ലേ പോയത്? പിന്നെ എന്ത് പറ്റി മടങ്ങി വരാൻ? ഇവരാര് വേണമെങ്കിലും അങ്ങനെ ചോദിച്ചോട്ടെ, പക്ഷെ വല്യച്ഛൻ ഇങ്ങനെ ചോദിക്കരുത്. എനിക്കത് സഹിക്കാൻ പറ്റില്ല. പോയതുപോലെയൊന്നും അല്ല, കുറച്ച് തടിച്ചിട്ടുണ്ട്. അതെ അതെ, ആ പഴയ ഗ്ലാമറൊക്കെ ഒന്ന് കൂടി. മതി കളിയാക്കിയത്. എനിക്കൊരു തെറ്റുപറ്റി, അതെനിക്ക് ബോധ്യപ്പെട്ടു. അത് ഞാനിവിടെ തിരുത്തുന്നു. അങ്ങനെ തിരുത്താൻ വരുമ്പോ ഇങ്ങനെയാണോ എല്ലാരും പെരുമാറുന്നത്? തെറ്റുപറ്റിയവരാരും തിരുത്താൻ വരാത്തതുകൊണ്ട് ഞങ്ങൾക്കറിയില്ല എങ്ങനെയാ പെരുമാറേണ്ടെന്ന്. ഗൗരി വല്ലതും കഴിച്ചായിരുന്നു ഇന്നലെ? ഫുള്ളും പട്ടിണിയായിരുന്നു. നമ്മുടെ കുടലില്ലേ, അത് വെന്തു പോയിന്നാ തോന്നുന്നത്. അയ്യോ, നല്ലൊരു ചായ കുടിച്ചിട്ട് ഒരുപാട് ദിവസമായി. ഒരു ചായ എടുത്തോണ്ട് വരുമോ സോനി? എന്താമ്മേ, പാവത്തിനൊരു ചായ കൊടുക്കല്ലേ? അതൊക്കെ തരാം. അതിനു മുൻപ് ഒരു കണ്ടീഷനുണ്ട്. ഇനി ഈ വീട്ടിൽ ഒരു മനസമാധാനക്കേട് ഉണ്ടാക്കരുത്. ഉണ്ടാക്കില്ല വല്യമ്മേ. ഞാൻ വേണമെങ്കിൽ തലയിൽ തൊട്ട് സത്യം ചെയ്യാം, അല്ലെങ്കിൽ കാല് പിടിക്കാം. ആരുടെ കാലിപ്പോ? നിന്റെ കാലിന് ഞാൻ പിടിക്കാം. ക്ഷമിക്കടാ, ഇനി ഞാനിത് ആവർത്തിക്കില്ല. സത്യം. ആവർത്തിച്ചാൽ? ആവർത്തിച്ച കൊന്നോ? ഉറപ്പാണോ? ഉറപ്പ്. സത്യം ചെയ്യണോ? കയ്യില് കർപ്പൂരം കത്തിച്ച് സത്യം ചെയ്യണോ? ഒന്നും വേണ്ട. നമ്മൾ ഒറ്റ കുടുംബം, സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ ഒരുമിച്ച് നിൽക്കേണ്ടവരാ. ആ ഓർമ്മ ഉണ്ടാവണം എപ്പോഴും. അതുണ്ടാവും. വേഗം പോയി ചായ എടുത്തോണ്ട് വാ. ബാക്കിയൊക്കെ അത് കുടിച്ചോണ്ടിരുന്ന് സംസാരിക്കാം. കേറിക്കോട്ടെ. കേറിക്കോ. ഭയങ്കര ആലോചനയാണല്ലോ. എന്താ പ്രശ്നം? അവള് നന്നായെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ആര്? വേദ. നന്നായതുകൊണ്ടാണല്ലോ വീട്ടിലേക്ക് തിരിച്ചു പോയത്. എന്തോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവളീ കാണിക്കുന്നത് ഒരടവായിട്ട് എനിക്ക് തോന്നുന്നത്. വേദയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോ അങ്ങനെ സംശയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നത്. വേറൊന്നും കൊണ്ടല്ല, പണ്ട് എന്ത് ചെയ്യുമ്പോഴും ഏട്ടനെ സ്വന്തമാക്കാം എന്നൊരു തോന്നൽ അവക്കുണ്ടായിരുന്നു. ഇവിടെ ആർക്കും വേദയോട് ഒരു ദേഷ്യമില്ല. കല്യാണം കഴിക്കാൻ പോകുന്നെന്ന് പറഞ്ഞില്ലേ, അതൊരു നല്ല തീരുമാനമായിട്ടാ എനിക്ക് തോന്നുന്നത്. വേദയ്ക്ക് ഇപ്പൊ ഒരു മാറ്റം ആവശ്യം. കല്യാണം കഴിച്ച് ഒരാളുടെ ഭാര്യയായിട്ട് മാറിക്കഴിയുമ്പോൾ വേദയുടെ സങ്കടമൊക്കെ മാറും. എനിക്ക് സങ്കടമുണ്ടെന്ന് ആരാ നീലിനോട് പറഞ്ഞത്? എനിക്കൊരു വിഷമവും ഇല്ല. ഒന്നോർത്താ
നീല ചെയ്തത് തന്നെയാ ശരി. സ്വാതിയെ ഉപേക്ഷിച്ച് എന്നെ സ്വീകരിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ആ ജീവിതത്തില് നമുക്കൊരു സമാധാനവും കിട്ടില്ലായിരുന്നു. ദൈവമായിട്ട് തന്നെയാ നമ്മളെ പിരിച്ചത്. മറക്കാൻ പറ്റുന്ന തെറ്റുകളല്ല ഞാൻ സ്വാതിയോട് ചെയ്തിട്ടുള്ളത്. മറക്കണമെന്ന് പറയാനുള്ള അവകാശവും എനിക്കില്ല. പക്ഷേ പുതിയൊരു ജീവിതത്തിലേക്ക് ഞാൻ പോകുമ്പോ ആരുടെയും ശാപം പിന്തുടരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അനുഗ്രഹിച്ചില്ലെങ്കിലും ശപിക്കരുത്. ഇനി ഒരിക്കലും സ്വാതിയെ ശല്യം ചെയ്യാൻ ഞാൻ വരില്ല. ഞാൻ ഒരിക്കലും വേദയെ ശപിച്ചിട്ടില്ല. ഇനി അങ്ങനെ ചെയ്യേയില്ല. വേദയുടെ മനസ്സ് എനിക്ക് മനസ്സിലാവും. ആശിച്ച് സ്വന്തമാക്കാൻ കൂടെ കൊണ്ടു നടന്ന ഒരു മോഹം, അത് നഷ്ടപ്പെടുമ്പോ ആരായാലും ഇങ്ങനെയൊക്കെ പ്രതികരിക്കും. പുതിയൊരു ജീവിതത്തിൽ തെറ്റുകളൊന്നും സംഭവിക്കാതിരിക്കട്ടെ. മറ്റാർക്കും കിട്ടാത്തൊരു നല്ല ജീവിതം വേദിക്കുണ്ടാവട്ടെ. നല്ല മനസ്സോടുകൂടി തന്നെയാ ഞാനിതൊക്കെ പറയുന്നത്. നന്നാവും. എന്റെ പ്രാർത്ഥനകൾ എന്നും വേദയോടൊപ്പം ഉണ്ടാവും. മതി, ഇങ്ങനെയെങ്കിലും പറഞ്ഞല്ലോ. തൃപ്തിയായി, സമാധാനമായി. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് തെറ്റിന്റെ വഴികളിലൂടെയായിരുന്നു ഞാൻ സഞ്ചരിച്ചിരുന്നത്. ഞാനുണ്ടാക്കിയ പ്രശ്നങ്ങൾ, അതിൽ നിന്നൊരു മോചനം വേണമെന്ന് എനിക്ക് തന്നെ തോന്നിയതുകൊണ്ടാ കല്യാണം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചത്. നീലിനേക്കാളും മിടുക്കനായ ഒരാളെ തന്നെ കിട്ടണേന്നാ മനസ്സില്. അമ്മയും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. മനസ്സുകൊണ്ട് എന്നെ മകളായി കരുതി അനുഗ്രഹിക്കണം. നന്നായി വരും. നല്ലൊരു ജീവിതം കിട്ടും. കല്യാണത്തിന് ഞാൻ വിളിക്കും. എല്ലാവരും വരണം. പോട്ടെ. ഇവിടെ വരെ വന്നിട്ട് ഒരു ചായ പോലും കുടിച്ചില്ല. അതൊന്നും സാരമില്ല. മനസ്സ് നിറഞ്ഞിട്ടാ ഞാൻ പോകുന്നത്. അതിനേക്കാളും വലുതല്ലല്ലോ ചായ. കാണാം. നീൽ, ബൈ. എനിക്ക് വേദയുടെ ഒരു ഫോട്ടോ തരുമോ? എന്തിനാ? മുറിയിലെ ദൈവങ്ങൾക്കൊപ്പം വെച്ച് പൂജിക്കാനാ. സത്യം പറ, ആ കളിച്ചതൊക്കെ നാടകമല്ലേ? അല്ല. അപ്പോ ശരിക്കും വേദ മാറിയെന്നാണോ പറയുന്നത്? അതെ. അപ്പോ പ്രതികാരം? ഇപ്പൊ എന്റെ മനസ്സിൽ അങ്ങനെയുള്ളതൊന്നുമില്ല. പ്രതികാരമൊക്കെ നല്ല മനുഷ്യർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അപ്പോ നീലും സ്വാതി സുഖമായിട്ട് ജീവിച്ചോട്ടെന്നാണോ വേദ പറയുന്നത്? അതെ. അവര് ഭാര്യയും ഭർത്താവല്ലേ. അവർക്ക് സുഖം ഉണ്ടാവണം. അവർക്ക് മാത്രമല്ല, ഈ ലോകത്തെല്ലാവർക്കും സുഖം ഉണ്ടാവണം. നമ്മുടെ ശത്രുക്കൾക്കും? ശത്രുവും മിത്രവും എന്നൊക്കെ പറയുന്നത് ആപേക്ഷികമാണ്. നമ്മുടെ സമീപനം മാറിയ ശത്രു മിത്രമാവും, മിത്ര ശത്രുവാവും. എല്ലാം നമ്മളെ ആശ്രയിച്ചായിരിക്കുന്നത്. നമ്മുടെ ശത്രു സുഖമായിട്ട് ജീവിക്കുന്ന കാണുമ്പോ നമുക്കെങ്ങനെ സന്തോഷിക്കാൻ പറ്റും? വേദ എത്ര പറഞ്ഞാലും എനിക്കിത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഗൗരി, പകയുടെ കടലായിരുന്നു എന്റെ മനസ്സ്. നീലിനെ സ്വാതിയെ നശിപ്പിക്കണമെന്ന് ഏത് നേരവും അതെന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതൊക്കെ എനിക്കറിയാം. ആ സമയത്ത് എനിക്കൊരു സ്വസ്ഥതയുണ്ടായിരുന്നില്ല. സമാധാനമായിട്ട് ഒന്ന് ഉറങ്ങാൻ പോലും പറ്റിയിരുന്നില്ല. ഇപ്പോ എന്തൊരു ശാന്തതയാണെന്നറിയോ?